പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹാവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന വചനപ്രകാരം നീതിയോടെ, ദൈവഭക്തിയോടെ, വിശുദ്ധിയോടെ ദൈവവചനം പ്രമാണിച്ച് ഈ ഭൂമിയിലായിരിക്കുന്നവരുടെ ജീവിതങ്ങളിൽ പലവിധമായ അനർത്ഥങ്ങൾ, കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകും. എന്നാൽ അവയെല്ലാത്തിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവും അവരോട് കൂടെയിരിക്കും. അന്ന് അതിന് ഉത്തമ ഉദാഹരണമാണ് അപ്പോസ്തലനായ പൗലോസ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിന്റെ വായിൽ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, അതേ തുടർന്ന് എന്തെല്ലാം പ്രതിസന്ധികളാണ് ആ കർത്താവിന്റെ അഭിഷിക്തൻ സഹിച്ചത്, അനുഭവിക്കേണ്ടി വന്നത്. പൈസല്ലോ ഒന്ന് മാറുമ്പോൾ മറ്റൊന്നായിട്ട് പലവിധമായ പ്രതിസന്ധികൾ. എന്നാൽ അവയിലൊന്നിലും തനിക്ക് യാതൊരു ദോഷം വരുത്തുവാൻ ദൈവം സമ്മതിച്ചില്ല. കാരണം തന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, താൻ റോമിൽ നിൽക്കണമെന്ന്. ആ വാഗ്ദത്തം നിവർത്തീകരിക്കും വരെ പലവിധമായ പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ യാത്രയിലും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മേഖലകളിലും തനിക്ക് നേരെ ഉണ്ടായി. എന്നാൽ ഓരോ ദോഷവും ഭവിച്ചില്ല. കാരണം അവൻ വാഗ്ദത്തം ഉള്ളവനെ നശിപ്പിക്കുവാൻ ഓരോ അനർത്ഥങ്ങൾക്കും അവൻ സാധ്യമല്ല. അവൻ എന്നാൽ അതുപോലെയുള്ള ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരോഗ്യവും ഇന്നും ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. എന്ത് തന്നെ വന്നാലും നമ്മുടെ പ്രാണന് ഹാനി വരികയില്ല, ദോഷം വരികയില്ല. നമ്മെ കൊണ്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെ ദൈവം നമ്മെ കൊണ്ട് തന്നെ ചെയ്തെടുക്കുവാൻ സർവശക്തനാണ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം അതിന്റെ 6-ാം വചനം. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. In English, Acts chapter 28 verse 6. The people expected him to swell up or suddenly fall dead, but after waiting a long time and seeing nothing unusual happen to him, they changed their minds and said he was a god. Hallelujah. പ്രിയ മക്കളെ, ചില അനർത്ഥങ്ങൾ, ചില പ്രതിസന്ധികൾ നമുക്ക് ഭവിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും അവൻ നമ്മെ പരിഹസിക്കാറുണ്ട്, അല്ലെ, നിന്ദിക്കാറുണ്ട്. ഇവിടെ 1-ാം വചനത്തിൽ അവർ ദ്വീപിൽ നിന്ന് കടലിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ദ്വീപിലേക്ക് എത്തുന്നു. ആ ദ്വീപിലെ അവിടുത്തെ ബർബരന്മാർ അവരോട് അസാധാരണ ദയ കാണിച്ച് തീ കൂട്ടി അവരെയും കൈക്കൊണ്ട് അങ്ങനെ ഒരുമിച്ച് അവരങ്ങനെ ഇരിക്കുമ്പോഴാ പെട്ടെന്ന് പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിടുമ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് പൗലോസിന്റെ കൈക്ക് പറ്റുന്നത്. ആ ജന്തു പൗലോസിന്റെ കൈ തൂങ്ങുന്നതും ഈ ബർബരന്മാർ കണ്ടു. ഇതെല്ലാം സഡൻലി സംഭവിച്ചതാ. അത് കണ്ട ഉടനെ തന്നെ ഈ അസാധാരണ ദയ കാണിച്ച മനുഷ്യർ ഉടനെ അവരുടെ മനസ്സ് മാറി. അവർ പറയുക 4-ാം വചനത്തിൽ, ഈ മനുഷ്യനൊരു കൊലപാതകൻ, ഒരു സംശയവും ഇല്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അത് മറ്റാർക്കും ഇല്ലാത്ത ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഇനത്തിന്റെ ഒരു ചിന്തയുണ്ട്, എന്തോ വലിയ പാപം ചെയ്തു, ദൈവഹിതമില്ലാത്തത് ചെയ്തു, അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാത്രം ഈ പ്രതിസന്ധി വന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവർ കൊലപാതകൻ തന്നെ, പ്രശ്നക്കാരൻ തന്നെ, സംശയമില്ല എന്ന് ഉറച്ച്
അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാ ആമേൻ പൗലോസ് അതിനെ തീയിൽ കുടഞ്ഞു കളയുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ നാം ക്ഷീണിക്കരുത്. ആര് തന്നെ എതിരായാലും, ആര് തന്നെ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മുടെ ചെവി കൊണ്ട് നാം കേട്ടാലും, നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്ന, മനസ്സ് തകർക്കുന്ന വാക്കുകൾ നമ്മോട് കൂടെയുള്ളവരിൽ നിന്ന് പോലും പുറപ്പെട്ടാലും, പൈസലോ അസാധാരണ ദയ കാണിച്ചവർ ആമേൻ വൈരികളായി മാറിയാലും തളർന്നു പോകരുത്. ആ ജന്തുവിനെ പൗലോസ് ധൈര്യത്തോടെ തീയിൽ കുടഞ്ഞു കളഞ്ഞതുപോലെ ആത്മശക്തിയോടെ സകലത്തെയും കുടഞ്ഞു കളഞ്ഞുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മയും സഹായിക്കും. എന്നാൽ 6-ാം വചനത്തിൽ അവന് ദോഷമൊന്നും പറ്റിയില്ല. എന്നാൽ ഇവർ എക്സ്പെക്ട് ചെയ്യുക, കാരണം അത് നിസ്സാരപ്പെട്ട കാര്യമല്ല, അതൊരു അണലിയാണ്. ആമേൻ. അണലി തൊട്ടാലേ അത് ജീവന അപകടം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ നോക്കിയിരിക്കുക, ഒന്നേല് വീർക്കും, പെട്ടെന്ന് ചത്തു വീഴും. അത് നോക്കിയിരിക്കുക, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. വളരെ നേരം നോക്കിയിരുന്നു, വളരെ നേരം കാത്തു നിന്നു, ഒന്നും അവന് ഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, പ്രിയ ദൈവമക്കളെ, നമുക്കൊന്നും ഭവിക്കത്തില്ല. ദൈവം അറിയാതെ ആര് എത്ര കാത്തിരുന്നാലും എത്ര പ്രതീക്ഷിച്ചാലും ഒന്നും ഭവിക്കത്തില്ല. പത്രോസിനെ നോക്കിക്കെ, അപ്പോസ്തലനായ പത്രോസിനെ കാരാഗൃഹത്തിലാക്കി. നാളെ വാൾ കൊണ്ട് കൊല്ലുമെന്ന് ഉത്തരവ് പുറപ്പെട്ടിരിക്കുക. എന്നാൽ തലേരാത്രി അദ്ദേഹം കിടന്നുറങ്ങുക. ദൂതൻ അവിടെ ഇറങ്ങി അയാളെ പുറത്തു കൊണ്ടുവരുന്നു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഹേരോദ രാജാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും യഹോവ ദൂതൻ മുഖാന്തരം പത്രോസിനെ വിടുവിച്ചു. അപ്പോൾ സകല ജനത്തിന്റെയും പ്രതീക്ഷ എന്തുവാ? അവൻ നാളെ യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിന്റെ കഥ കഴിയും. അവർ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ഒരു ചെറിയ കൂട്ടം ജനം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. പ്രിയ മക്കളെ, അവൻ എത്ര വലിയ സൈന്യം നമുക്കെതിരെ നിന്നാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചിലർ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടുമല്ല നാം ഇതുവരെയും നിലനിന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കണം. ഈ നാളുകളിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇവിടെയും അവർ വളരെ പ്രതീക്ഷിക്കുക, കാത്തു നിൽക്കുക, എന്തെങ്കിലും സംഭവിക്കും. കാരണം കൊലപാതകൻ നീതിയിൽ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല, സമ്മതിക്കത്തില്ല. ഞങ്ങൾ അതുവരെ കണ്ടെടുത്തോളം ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ മരിക്കും. പക്ഷേ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടു. അതുപോലെ നമ്മളെ കുറിച്ചും അങ്ങനെ കാണാൻ പോവുക. എന്തൊന്ന് ആപത്തൊന്നും ഭവിക്കത്തില്ല, ദോഷമൊന്നും ഭവിക്കത്തില്ല, ഇനിയും നമുക്കൊന്നും സംഭവിക്കത്തില്ല, വിശ്വസിക്കാം. മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. എന്നാൽ ആദ്യം അസാധാരണ ദൈവം കാണിച്ചവർ മനസ്സ് മാറി കൊലപാതകൻ എന്ന് പറഞ്ഞു. തീർച്ചയായും കൊലപാതകൻ ഒരു സംശയമില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും മനസ്സ് മാറി കൊലപാതകൻ എന്നല്ല പറയുന്നത്, അവനൊരു ദേവൻ എന്ന് പറയുവാൻ ദൈവം ഇടയാക്കി തീർത്തു. പൈസലോ. പ്രിയ മക്കളെ, ഈ നാടുകൾ നമ്മളെ കുറിച്ചുള്ള ശത്രുവിന്റെയും മനുഷ്യന്റെയും വിധിയെഴുത്തുകളെ തിരുത്തിക്കുറിച്ച് നമ്മെ വീണ്ടും അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എത്ര വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നേരെ അഞ്ഞടിച്ചാലും, നമ്മുടെ കൈക്ക് പറ്റിയാലും, നമ്മുടെ ജീവിതത്തിൽ തൂങ്ങിക്കിടന്നാലും, മറ്റുള്ളവർക്ക് അത് ഭയം തോന്നുമാറ് ചില പ്രതിസന്ധികൾ വന്നാലും ഇനിയൊരു രക്ഷയില്ല. സങ്കീർത്തനക്കാരൻ 3-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവന്റെ ദൈവത്തിന് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പോലും ഒരു രക്ഷയില്ല. ഇനി എന്തിനാ ഇത്രയും ദിവസം ഇങ്ങനെ ആയിരിക്കുന്നേ? ഇത്രയും വർഷം പോയില്ലേ, ദൈവം രക്ഷിച്ചില്ലല്ലോ, ഇനി ഒരു രക്ഷയില്ല, ദൈവത്തിൽ നിന്ന് ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചി, എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നവരുമാകുന്നു. ഇവിടെയും തല ഉയർത്തുന്ന കർത്താവ് ഈ യഥാർത്ഥത്തിൽ നിന്നും അപ്പോസ്തലനായ പൗലോസിനെ പുറത്തു കൊണ്ടുവന്നു, അത്ഭുതമാക്കി മാറ്റി. താൻ ആരാണെന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതേ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ 16-ാം വചനത്തിൽ വായിക്കുന്നു, റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോട് കൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. അപ്പോൾ പൗലോസ് റോമയിൽ കാൽച്ചുവട്ടി ചവിട്ടി റോമിൽ എത്തിച്ചേർത്തു. ദൈവം നാം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് കർത്താവ് നമ്മെ എത്തിക്കും. അതിന് വിരോധമായി എന്തെങ്കിലും പ്രതിസന്ധികൾ ഉയർന്നാലും, ആരെല്ലാം എതിരായി മാറിയായിരുന്നാലും കർത്താവിന്റെ കരം നമുക്ക് തുണയായി നിൽക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.
നല്ല ദൈവ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അത് നിങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനാഥ യേശുവേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിശ്ചയമായി അങ്ങ് നിവർത്തിക്കുന്നതിനായി സ്തോത്രം. അനർത്ഥങ്ങൾ, അപ്പൊ ആ പ്രതിസന്ധികൾ അവൻ എത്ര അസംഖ്യമായിരുന്നാലും എല്ലാറ്റിനും വിടുവിക്കുന്ന കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവേ, പ്രതീക്ഷിക്കാതെ വന്ന ചില അനർത്ഥങ്ങൾ, ചില പ്രതിസന്ധികളുടെ നടുവിൽ ക്ഷീണിച്ച് തളർന്നു പോയിരിക്കുന്ന അങ്ങയുടെ ഹൃദയന്മാരെ, ദൈവമക്കളെ അങ്ങ് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി ജയത്തോടെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇനിയും കർത്താവ് മനുഷ്യന്റെയും ശത്രുവിന്റെയും പ്രതീക്ഷയിൽ നിന്ന് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്ന് അത്ഭുതമാക്കി ദൈവനാമ മഹത്വത്തിനാൾ ഞങ്ങളെ കർത്താവെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. താഴ്ത്തും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. May God bless you all.